ഡയറക്റ്റ് കണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ട് പിച്ച് ചെയ്തിട്ട് കയറി പോവുകയാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ഹൈ പ്രൊഡക്ട്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കില്ല. നമ്മുടെ കസ്റ്റമേഴ്സിന് 1 കോടിയുടെ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന ചലഞ്ചിനെ ഇന്ന് 3ാമത്തെ ദിവസം നമ്മൾ ടോട്ടൽ അച്ചീവ് ചെയ്തിരിക്കുന്നത് 85.5 ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് ടോട്ടൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈ ടിക്കറ്റ് പ്രൊഡക്ട്സിനെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഹൈ ടിക്കറ്റ് പ്രൊഡക്ട്സ് എപ്പോഴും സെല് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹൈ ടിക്കറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് 10,000 രൂപയുടെ മുകളിലുള്ള പ്രൊഡക്ട്സിനെ ആണ് അല്ലെങ്കിൽ സർവീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഹൈ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു ആഡ് വരികയാണ്. ഈ ആഡിൽ ഈ പ്രൊഡക്റ്റിന്റെയും അല്ലെങ്കിൽ സർവീസിന്റെ കോസ്റ്റ് എന്നത് 10,000 രൂപേന്റെ മുകളിലാണ്. നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ബൈ ചെയ്യോ, പേയ്മെന്റ് ഒക്കെ കൊടുത്ത് ചെയ്യോ? ഇല്ല. ഒരു 99.9% ആളുകളും ഈ പ്രൊഡക്ട്സ് ആ സമയത്ത് വാങ്ങില്ല. കാരണം ആ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകുക എന്നുള്ള പേടി പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ് മാർക്കറ്റിംഗിലെ ഫണൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫണൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ത്രികോണം പോലുള്ള ഒരു ഫണലാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതിൽ ടോപ്പ് ലെവൽ, മിഡ് ലെവൽ, ബോട്ടം ലെവൽ. ഈ ടോപ്പ് ലെവൽ എന്നുള്ള പറയുന്ന ആൾക്കാരെയാണ് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചും അറിയാത്ത ആളുകളാണ് ടോപ്പ് ലെവൽ എന്ന് പറയുന്നത്. മിഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ സർവീസിനെ ഉള്ള കുറച്ച് അറിയുന്ന ആൾക്കാരാണ് ബോട്ടം ലെവൽ എന്ന് പറയുന്നത്. മിഡ് ലെവൽ എന്ന് പറയുന്നത് ബോട്ടം ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടി അവർക്ക് ഇത് വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇത് ഏറ്റവും അവസാനത്തെ സത്യനെ എന്ന് പറയുന്നത് ബോട്ടം ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ആദ്യത്തെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസുകൾ പുറത്തേക്ക് വിടും. ഈ അവയർനെസ് വീഡിയോസുകൾ കണ്ടിരുന്ന 85% വീഡിയോ കണ്ടിരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, റീടാർഗറ്റിംഗ് ചെയ്യും. മനസ്സിലായോ? കാരണം നമ്മളെ പ്രൊഡക്റ്റിനോ സർവീസോ ഒരു 85% കണ്ടിരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടും നമ്മളെ പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ചും അറിയണം എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ അവയർനെസ് ക്യാമ്പയിൻ ചെയ്ത ആൾക്കാരെ നമ്മൾ റീടാർഗറ്റിംഗ് ചെയ്യുന്നു. 85% കണ്ടിരുന്ന ആൾക്കാരെ അവിടെ നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ട വീഡിയോസ് എന്ന് പറഞ്ഞാൽ വേറൊരു വീഡിയോസ് ആണ്. കാരണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. നമ്മളെ കമ്പനീനെ കുറിച്ച്, നമ്മളെ കസ്റ്റമേഴ്സിന്റെ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതേപോലെ നമ്മുടെ സർവീസ് എടുത്തപ്പോൾ അവർക്ക് കിട്ടിയ ബെനിഫിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റേജിൽ ആളിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഈ കാണിച്ചു കൊടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസിനെ നമ്മൾ വീണ്ടും ഒരു 80% കണ്ടിരുന്ന ആൾക്കാരെ വീണ്ടും റീടാർഗറ്റിംഗ് ചെയ്യും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആവശ്യമുള്ള ആൾക്കാരെ ഡയറക്റ്റ് സെയിൽസിലേക്കോ അല്ലെ ഒരു കൺവേർഷനിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കേണ്ടത്. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണ്, ഡയറക്റ്റ് ഒരു സെയിൽസിന് വീഡിയോ ഉണ്ടാക്കും, എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അവർക്ക് വരുന്ന ലീഡുകൾ ക്വാളിഫൈഡ് അല്ല, കസ്റ്റമർ ഡിസിഷൻ എടുക്കുന്നില്ല, സെയിൽസ് ക്ലോസ് ആയില്ല, ഫണ്ടൊക്കെ പോയി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഡയറക്റ്റ് കണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ട് പിച്ച് ചെയ്തിട്ട് കയറി പോവുകയാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ഹൈ പ്രൊഡക്ട്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് കസ്റ്റമേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതുപോലുള്ള പല സ്റ്റേജുകൾ കൃത്യമായി ചെയ്യണം. കാരണം ഓരോ കാറ്റഗറി ബിസിനസ്, നിങ്ങൾ ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആർട്ടിടെക് ആവും, അല്ലെങ്കിൽ നിങ്ങൾ കാറ്റഗറി ഏത് ബിസിനസ്സാണ് അവിടെ നമ്മളൊരു കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. സ്ട്രാറ്റജി ഉണ്ടാക്കിയതിന് ശേഷം കൃത്യമായൊരു പ്ലാനിങ്, ഒരു ബ്ലൂ പ്രിൻ്റ് ഒക്കെ ഉണ്ടാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഈ ക്യാമ്പയിൻസ് ഒക്കെ തുടങ്ങേണ്ടത്. നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക, നിങ്ങൾ ഫണ്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കാതെ. കാരണം നമ്മൾ ഏത് ക്യാമ്പയിൻസുകൾ ചെയ്യുകയാണെങ്കിലും അത് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ 1 year ചലഞ്ച് എന്നുള്ളത്. കാരണം നമുക്ക് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് ബിസിനസ് ആദ്യം വിറ്റ് ചെയ്താലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ചലഞ്ച് നമ്മൾ മേക്ക് ചെയ്തത്. കാരണം ഒരു കോടി അല്ലോളം ബിസിനസ് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് ഈ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിയൽ കാണിച്ചു തന്നിട്ട് തന്നെ എല്ലാം നമുക്ക് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഒക്കെ കാണിച്ചു തന്നിട്ട് തന്നെയാണ് ഈ ചലഞ്ചൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് കൂടി ഡെപ്തിൽ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ നമ്മൾ ഫോളോ ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് ഇത് വളരെയേറെ യൂസ്ഫുൾ ആവും. ഇതുപോലുള്ള ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാരണം പല ആളുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത പല ഒളിഞ്ഞു നിൽക്കുന്ന മാർക്കറ്റിങ്ങിലുള്ള പല കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൂടെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണ്ട എന്നുള്ളതും അതിൽ ഇനി എങ്ങനെ രീതിയിലേക്ക് ചെയ്യണം എന്നുള്ള ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമാണ് ഇതിലൂടെ ഇപ്പം നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്തൊരു ദിവസം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.